ഇതൊരു മെക്സിക്കൻ വീഡിയോ ആണ് കേട്ടോ. മെക്സിക്കോയിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു ഭാഗം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കാരണം ഇതിനകത്ത് നമ്മളൊന്നും ഇതുവരെ എവിടെയും കാണാത്ത തരമുള്ള ഒരു പക്ഷിയെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മെക്സിക്കോൻ്റെ ഒട്ടുമിക്ക പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞ പോലെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ മെക്സിക്കോയിലേക്ക് എൻട്രി ചെയ്യണം. അതായത് മെക്സിക്കോയിൽ കൊസ്തമയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. കൊസ്തമയൻ്റെ ഫ്ലാഗാണ്, നമ്മൾ മെക്സിക്കൻ ഫ്ലാഗാണ് പുറകെ കാണുന്നത്. പിന്നെ അവിടെ ഉണ്ടോ അവിടുത്തെ വിനോദസഞ്ചാരികളെ ടൂറിസത്തെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ എന്നുള്ള എന്തൊക്കെയോ ഒരു ഇതാണ് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളും അങ്ങനെ ഉണ്ടല്ലോ, കഥകളി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അവരത് കാണിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം വെച്ചാൽ നമുക്ക് കുറച്ച് പൈസ അവിടെ വെക്കണം. അതായത് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കണം. ഡോളർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ $10 $5 എന്ത് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. അപ്പം ഞാനും പൈസ കൊടുത്തു, അതിൻ്റെ കുറേ വീഡിയോ എടുത്തിട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് ചുറ്റിയടിച്ച് നടന്ന് അങ്ങനെ കറങ്ങി കാണും കേട്ടോ. എന്ത് ഭംഗിയെന്നറിയത്തോടെ സ്വിമ്മിങ് പൂളാണ്. ഇതിനകത്ത് വേവ് പൂളും കൂടെ ആയിരുന്നേ, പക്ഷെ ഞാൻ വരുമ്പോഴത്തേനും ആ സാധനം കഴിഞ്ഞു. എൻ്റെ കൂടെ ഹരി എന്ന് പറഞ്ഞൊരു പയ്യനും കൂടെയുണ്ട്, മുംബൈക്കാരനാണ്. അപ്പം ഞാൻ തനിയെ ഇറങ്ങിയപ്പോൾ അവനെ വഴിയിൽ വെച്ച് കണ്ടത്. അപ്പോൾ അവൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ശ്രീനിവാസൻ എന്നൊരു പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എന്നെ പുറകെ വിളിക്കുമ്പോഴാണ് ഞാനങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്കടുത്താണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പക്ഷികൾ കേട്ടോ. ഇതിൻ്റെ കഴുത്ത് ഭയങ്കര ഹൈറ്റ്. അതുപോലെ ഇങ്ങനെ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, സായിപ്പിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തുള്ള പിങ്ക് കളറാണ്. നല്ല ഭംഗി ഇവരെ കാണാൻ. ഇവർ ചെറു മീനുകളൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ ഇവർ ഫുള്ള് വെള്ളത്തിൽ അവർ നിൽക്കില്ല, പക്ഷെ എപ്പോഴും അവർക്ക് വെള്ളമാണ് അവരുടെ ആവാസ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവരങ്ങനെയാണ് അതിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഞാനിതിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നു ഇല്ലെങ്കിൽ അതിനെ നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ലോങ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിനുശേഷം ഒരു ഐസ്ക്രീം പാർലറുണ്ട് അവിടെ പോയിട്ട്. ഈ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര ഞാൻ ചൂടാണ്. പക്ഷേ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോഴും സൗത്ത് ആഫ്രിക്ക ഇതിലും കൂടുതൽ ചൂടായിരുന്നു കേട്ടോ. പക്ഷേ അതിനേക്കാൾ കുറച്ച് കുറവെന്ന് പറയാം മെക്സിക്കോ. എന്നാലും നല്ല ചൂട് സമ്മർ സീസണിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അങ്ങനെ വീണ്ടും ഞാൻ ഒന്നും കൂടെ നടക്കാൻ ഇറങ്ങുകയാണ്. അവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള പൂളാണ് കേട്ടോ. അതിൽ ആളുകൾ കുളിക്കുന്നതും ചാടുന്നതും കുട്ടികൾ കളിക്കുന്നതും മുതിർന്നവരും അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ നമുക്ക് കണ്ടു നിൽക്കാനൊക്കെ പറ്റിയ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ കണ്ടിങ്ങനെ നടന്നു. പിന്നെ ഞാൻ തിരികെ പോരാനുള്ളതിലാണ്. അപ്പം ഞാൻ മെക്സിക്കോൻ്റെ എൻട്രിയിൽ എത്തി. മെക്സിക്കോന് ഞാൻ കൊസ്തമയെന്ന് പുറത്തേക്ക് പോരാനുള്ളതാണ്. ഞാൻ കുറേ നേരം കണ്ടു ഇതൊക്കെ ചെയ്തല്ലോ. അപ്പോൾ പിന്നെ ഇനി ഞാൻ കൂടുതലൊന്നുമില്ല, കാരണം അവിടെ ടൈമിംഗ് ഉണ്ട് ഈ പൂളൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അവിടുത്തെ ഭംഗി ആസ്വദിച്ചു. പിന്നെ അവിടെ ഡോൾഫിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഡോൾഫിൻ ഇങ്ങനെ ചാടി കളിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോൾഫിനെ തൊടുകയൊക്കെ ചെയ്യുക. ക്യാഷ് കൊടുക്കണം, എത്രയും $10 കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അതിനെ അടുത്ത് പോയിട്ട് ഈ കയ്യിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ടച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്. പക്ഷെ അത് അവരവിടെ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ മെക്സിക്കോയിൽ പോകുമ്പോൾ അതിൻ്റെയും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണേ. എന്ത് രസമാണല്ലേ അവരത് വെച്ച് ഇങ്ങനെ വായിക്കുന്ന കേൾക്കാൻ. നമുക്കൊക്കെ കണ്ടാൽ തന്നെ കൊതിയാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറേ നേരം എനിക്ക് അവിടെ നിൽക്കാൻ സമയം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ നിന്നിട്ട്, മെക്സിക്കോൻ്റെ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ലൊരു വിശേഷമായിട്ട് പിന്നെയും വരാം കേട്ടോ.